ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ഈ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ മത്സരിപ്പിക്കരുത് എന്ന ആവശ്യവുമായി ഭർത്താവ് ജോർജ് ജോസഫ് CPM-നെ സമീപിച്ചു. തിങ്കളാഴ്ച ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഈ വിഷയം ചർച്ച ചെയ്തു. യോഗത്തിൽ പങ്കെടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ തോമസ് ഐസക് ഇക്കാര്യം സംസ്ഥാന നേതൃത്വത്തിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വീണ ജോർജ് സംസ്ഥാന കമ്മിറ്റിയിലെ ക്ഷണിതാവായതിനാൽ തീരുമാനം എടുക്കേണ്ടത് സംസ്ഥാന നേതൃത്വമാണ്. ഈ തീരുമാനത്തിന് പിന്നിൽ കുടുംബപരമായ കാര്യങ്ങൾ ഉണ്ടെന്നാണ് ജോർജ് CPM നേതാക്കളെ അറിയിച്ചിട്ടുള്ളത്. ഓർത്തഡോക്സ് സഭയുടെ മുൻ സെക്രട്ടറിയാണ് ജോർജ്. സംസ്ഥാന ജില്ലാ ഏരിയ നേതാക്കളോടാണ് ജോർജ് ഫോണിലൂടെയും ചിലരോട് നേരിട്ടും വാക്കാൽ ഈ കാര്യം ആവശ്യപ്പെട്ടത്. ഏരിയ തലത്തിലുള്ളവർ ജില്ലാ തലത്തിലേക്കും ജില്ലാ തലത്തിൽ ഉള്ളവർ സംസ്ഥാന തലത്തിലേക്കും വിവരം കൈമാറി. വീണ ജോർജിനോടും ഭർത്താവിനോടും ചോദിച്ച് നിജസ്ഥിതി അറിയാനുള്ള നീക്കം ഇനി സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും ഉണ്ടാകും. ആറന്മുളയിലെ സിറ്റിംഗ് MLA ആയ വീണ ജോർജിനെ അവിടെ വീണ്ടും മത്സരിപ്പിക്കാനാണ് CPM സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം. ജില്ലാ കമ്മിറ്റി വീണയുടെ പേര് മാത്രമേ ശുപാർശ ചെയ്തിട്ടുള്ളൂ. 2016-ൽ പുതുമുഖ സ്ഥാനാർത്ഥിയായിട്ടാണ് മാധ്യമ പ്രവർത്തകയായിരുന്ന വീണ CPM ചിഹ്നത്തിൽ ആറന്മുളയിൽ മത്സരിക്കുന്നത്. 2021-ലും അവർ വിജയം ആവർത്തിക്കുകയായിരുന്നു. 2019-ൽ ലോക്സഭാ ഇലക്ഷനിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചെങ്കിലും വീണ ജോർജിനെ വിജയിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഭർത്താവ് ജോർജിൽ നിന്ന് ഇത്തരമൊരു ആവശ്യമുണ്ടായത് CPM-ൽ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. കണ്ണൂരിലെ KSU പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ വീണ ജോർജ് പത്തനംതിട്ട കൊടുമണ്ണിലെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. ഇന്നാണ് ഒരു പൊതുപരിപാടിയിൽ അവർ പങ്കെടുത്തത്. എന്നാൽ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കാനില്ലെന്ന് വീണ ജോർജ് നേരത്തെ അറിയിച്ചു കഴിഞ്ഞു എന്നും റിപ്പോർട്ടുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇക്കാര്യം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചതായാണ് സൂചനകൾ. 2 ടേം നല്ല രീതിയിൽ പൂർത്തിയാക്കി പത്തനംതിട്ട ജില്ലയിൽ വലിയ തരത്തിൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞു. പുതിയ ആളുകൾ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരണമെന്നും വീണ ജോർജ് നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ആറന്മുളയിൽ വീണ ജോർജും കോന്നിയിൽ KU ജനീഷ് കുമാറും വീണ്ടും മത്സരിക്കുമെന്ന് വ്യക്തമായ സൂചന നൽകി CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം രംഗത്ത് വന്നിരുന്നു. കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ച ആളാണ് വീണ ജോർജ്. ഏത് മണ്ഡലത്തിൽ നിന്നാലും അവർ വിജയിക്കുമെന്നും രാജു എബ്രഹാം പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടേം വ്യവസ്ഥ ഒഴിവാക്കാനാണ് ഇപ്പോൾ CPM ആലോചിക്കുന്നത്. അതായത് MLA-മാർക്ക് 2 തവണ, മന്ത്രിമാർക്ക് 1 തവണ അവസരം എന്ന വ്യവസ്ഥ മാറ്റാനാണ് ആലോചിക്കുന്നത്. വിജയ സാധ്യത കണക്കിലെടുത്താണ് ഈ ടേം വ്യവസ്ഥ മാറ്റുന്നത്. മണ്ഡലം കൈവിട്ടു പോകാതിരിക്കാൻ പരിചയസമ്പന്നനായ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനാണ് CPM ആലോചിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് നിന്നും വീണ്ടും മത്സരിക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. അതുപോലെ TP രാമകൃഷ്ണൻ, KK ശൈലജ എന്നിവരെയും മത്സരിപ്പിക്കാനാണ് ആലോചന. വീണ ജോർജും CPM-ന്റെ വിജയ സാധ്യതയുള്ള ആളുകളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട്.